പുരാതനമായ മാർത്തോമാ മെത്രാച്ചന്മാരും ദിവനാസ്യൂസ് മെത്രാച്ചന്മാരും അതുപോലെ തന്നെ കാതോലിക്കറ്റ് സ്ഥാപിച്ച സമയത്ത് പാത്രിയർക്കീസിന്റെ കൽപ്പനയിലും എല്ലാം വ്യക്തമാക്കിയിരിക്കുന്ന, എല്ലാറ്റിലും ഉപരി പൗരസ്ത്യ കാതോലിക്കായ ബാറപ്രായുടെ എഴുത്തുകളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ഈ കൽപ്പനയിലൂടെ ചോദ്യം ചെയ്തു. സത്യത്തിൽ അന്ന് പൗരപ്രമുഖന്മാർ പലരും സമാധാന മുഖാന്തരം രാഷ്ട്രീയമായും സാമൂഹ്യമായും മലങ്കര സഭയിൽ അഭിവൃദ്ധി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനവാദം അത് അല്പം ഒന്ന് കുറയ്ക്കണം, പ്രത്യേകിച്ച് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസിന്റെ കൽപ്പനയ്ക്ക് എതിരുണ്ടാകണ്ട എന്ന ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷവും മലങ്കര മെത്രാപ്പോലീത്തായുടെയും പൗരസ്ത്യ കാതോലിക്കാരുടെയും കൽപ്പനയുടെ ലെറ്റർപാടിൽ വ്യക്തമായി എഴുതപ്പെട്ട മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന എന്ന വിശേഷണം സീലിനകത്ത് വട്ടത്തിനകത്ത് ആരും കാണാതെ എഴുതാനുള്ള ശ്രമവും മലങ്കര സഭയിലുണ്ടായി. എന്നാൽ അവിടെയാണ് പരിശുദ്ധനായ ബസേലിയോസ് ഔഗൻ ബാവ അതിനുവേണ്ടി പറഞ്ഞ വാചകത്തിന്റെ പ്രസക്തി. നമ്മുടെ സ്ഥാനമോ ജീവൻ തന്നെയുമോ പോയാലും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ സിംഹാസനത്തിന്റെ മഹിമയ്ക്ക് കുറവ് വരുന്ന യാതൊന്നും നാം ചെയ്യുന്നതല്ല. യഥാർത്ഥത്തിൽ ഔഗൻ ബാവയെ കുറിച്ച് സ്മരിക്കുന്ന സമയം ഇത്രമാത്രം മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പാരമ്പര്യത്തെ ഹൃദയത്തിൽ വഹിച്ച മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്റെ ശ്രേഷ്ഠത യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഭക്തി കൊണ്ടും പഠിപ്പിച്ച മറ്റൊരു സഭാപിതാവ് മലങ്കര സഭയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസിന്റെ കൽപ്പനയ്ക്ക് നമ്പർ 155/70 പരിശുദ്ധ ഔഗൻ ബാവ മറുപടി അയച്ചു. മറുപടിക്കകത്ത് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസിന്റെ അവിവേകമെന്നോ അദ്ദേഹത്തിന്റെ അറിവ് കുറവോ എന്നല്ല, മറിച്ചോ ഈ കൽപ്പനയിലൂടെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് വേദവിപരീതിയായി തീർന്നുവെന്ന് വ്യക്തമായി തെളിയിക്കുവാൻ, വേദപുസ്തക അടിസ്ഥാനത്തിലും സഭാവിജ്ഞാനീയത്തിലൂടെ തെളിയിക്കുവാൻ പരിശുദ്ധ ബസേലിയോസ് ഔഗൻ ബാവ എനിക്ക് സാധിച്ചു. ആ സമയത്തുണ്ടായിരുന്ന എല്ലാ എതിർപ്പുകളെയും മൗനമായി സൗമ്യമായി അതേസമയം ദൃഢനിശ്ചയത്തോടെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും പരിശുദ്ധനായ ബസേലിയോസ് ഔഗൻ ബാവയ്ക്ക് സാധിച്ചു.